അല്ല പിങ്കി മോൾ അവിടെ? അവള് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണല്ലോ. എന്നിട്ട് അവളവിടെ? ആരും പേടിക്കണ്ട, കുഞ്ഞടുക്കളയിലുണ്ട്. അവളവിടെ എന്ത് ചെയ്യാ? എന്തോ സ്പെഷ്യൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മോളോ? എനിക്ക് വയ്യ. സ്പെഷ്യൽ അവളുണ്ടാക്കി. ഇതെല്ലാരും കഴിച്ചു നോക്കി അച്ഛമ്മ. എന്തോ മക്കളെ അത് ടേസ്റ്റ് നോക്കി അച്ഛമ്മ. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മുട്ടത്തോരനല്ലേ? മുട്ടത്തോരന് ഒന്നാം തരം സാധനം. അതെ, എന്റെ പൊന്നോളുണ്ടാക്കിയതാണോ? ഞാനിത് ഒരിടത്തിന്ന് കണ്ടുപഠിച്ചതാ. മിടുക്കി. അല്ല ഇതിലിപ്പോ എന്താ എത്ര പ്രത്യേകത ഉള്ളത്? സാധാരണ കഴിക്കുന്ന മുട്ടത്തോരൻ തന്നെയല്ലേ? ഇതെന്താ എന്റെ കുഞ്ഞെ, ഒരു കൊച്ചു കുഞ്ഞ് തന്നെത്താനെ അടുക്കളയിൽ ചെന്ന് എന്തോ നമുക്കൊന്നൊരു താല്പര്യം തോന്നി അതൊന്ന് പഠിക്കാമല്ലോ എന്ന് വെച്ച് തന്നെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വർത്താനം പറയാൻ അമ്മയെന്ന് പറഞ്ഞ അറിയാൻ വയ്യല്ലേ? സത്യം അമ്മ, ഇവളുണ്ടാക്കി ഈ ടേസ്റ്റ് കിട്ടൂ? ഒരിക്കലും ഇല്ല. അല്ല വെച്ചമ്മ, നമ്മൾ ലക്ഷ്മി കുഞ്ഞും മുട്ടത്തോര എങ്ങനെയാ ഉണ്ടാക്കുന്ന അറിയാമോ? ആദ്യം ചട്ടിയിൽ മുട്ടത്തോട് വീഴും, അതിനുശേഷം അതിന് ബുൾസയാവും. ആ ബുൾസയെ പിന്നീട് കിണ്ടി എടുക്കുമ്പോഴത്തേക്ക് മുട്ടത്തോരൻ. കറക്റ്റ്. മുട്ടയുടെ തോടും എല്ലാം കൂടി ഇട്ടൊരു തോരൻ. ഇപ്പഴേ ഓരോന്നുണ്ടായി പഠിക്കട്ടെ അല്ലേ മക്കളെ? മിടുക്കി മോള്. എന്നാലേ കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ പറ്റും. ഇല്ലേ കൊച്ചമ്മ, ഇപ്പഴേ പഠിച്ച? അല്ല, അങ്ങനല്ല. ആദ്യം പഠിച്ച് ഒരു നല്ല ജോലി കണ്ടെത്തണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയൊക്കെ വന്നതിന് ശേഷം, അതായത് ഒരു സ്വയം പര്യാപ്തത വരണം. എന്നിട്ട് മതി കല്യാണവും കളവാണോ? അതെ. അല്ല, ഇവിടെ ലക്ഷ്മി കുഞ്ഞിന് ആവശ്യം പോലെ സ്വയം പര്യാപ്തത ഉണ്ട്. സ്വയം പാരവെപ്പ്. നിന്റെ കാര്യം നീ വടി കൂടി തടി വാങ്ങിക്കല്ലേ മുത്തു. അതും തമാശക്ക്. അതൊക്കെ പോട്ടെ. നാളെ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? അല്ല വല്ല ഈ പറഞ്ഞതുപോലെ കൊച്ചി പോയി ആഘോഷിക്കണോ, അതോ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ആഘോഷിക്കണോ, നീ അതൊന്നും അല്ല വല്ല ഹോസ്പിറ്റലിന്റെ ICUവിൽ ആഘോഷിക്കണോ? എന്താ പരിപാടി? അല്ല കൊച്ചമ്മ, ശവത്തി കുത്തല്ലേ. ഞാൻ മനസ്സാ വാചാ കർമ്മണ, ഞാൻ നിരപരാധിയാണ്. അമ്മൂമ്മയുടെ സത്യം. ഓട്ടറ, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. എന്താ പരിപാടി? അമ്മ, ഇപ്രാവശ്യം അമ്മ പറയും പോലെ ദൂരത്തെല്ലാം ഒഴിവാക്കി ആഘോഷിക്കാനാണ് നമ്മുടെ പ്ലാൻ. നല്ല കാര്യം. എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അച്ഛമ്മയുടെ കൂടെ ആഘോഷിക്കാം. അച്ഛമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ മോളെ. പക്ഷേ അച്ഛമ്മയ്ക്ക് ഇവിടുത്തെ 2 സ്ത്രീജനങ്ങളോടൊരു ചെറിയ അപേക്ഷയുണ്ട്. നാളെ പുതിയ വർഷം തുടങ്ങുക. ഐശ്വര്യമായിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് കേട്ടോ, കുളിച്ച് ഒരുങ്ങി നാളെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ രണ്ടും കൂടെ കീരിയും പാമ്പും പോലെ കിടന്ന് തമ്മി തല്ലാതിരിക്കണം. ഇതൊരു അപേക്ഷയാണേ. നാളത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. സത്യം. എന്താ ഗ്രൂപ്പ് സോങ്ങാ? അയ്യോ, ഒറ്റ ദിവസത്തേക്ക് ഉള്ളൂല്ലേ? അയ്യോ മതിയടാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അന്നെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. അതെ, എന്തായാലും സ്നേഹത്തോടെ രണ്ടുപേരും കൈ കൊടുത്തു ഉടമ്പടി കരാറങ്ങ് ഒപ്പിട്ടാ. അതെ, അത് നടക്കട്ടെ. കൊടുക്കങ്ങോട്ട്. സ്നേഹം. അതെ, കൂടിപ്പോയി ഇച്ചിരി. അതെ. ദൈവമേ. എന്തുവാ ചേട്ടാ ഇത്? ഈ ഒച്ച ഉണ്ടാക്കാറ് പുറകില് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വന്ന് ഹോൺ അടിക്കുന്ന പോലെ ബാക്കിയുള്ളവർ പിടിപ്പിക്കാൻ വന്നാ? അതല്ല, ഈ നട്ടുച്ചക്കെ എന്തിനീ ആകാശം നോക്കിയിരിക്കണത്? വല്ല പ്ലെയിൻ പോണം നോക്കണം. തിരുവനന്തപുരത്ത് ജനിച്ച് ഞാൻ ആദ്യമായിട്ടല്ലേ പ്ലെയിൻ നോക്കി നിൽക്കാൻ പോകുന്നത്. ഒന്ന് പോയിട്ടാണ് ഞാനേ നാളേക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുവായിരുന്നു. നാളെ നീ എവിടെ പോകുന്നു? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ചേട്ടാ, നാളെ ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാണ്. നീ എന്തോന്ന് വേണം തീരുമാനിച്ചോ, പക്ഷെ എനിക്ക് ഒരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അടുത്ത വർഷമെങ്കിലും നീ ഒന്ന് രക്ഷപ്പെടും. ചേട്ടൻ നോക്കിക്കോ ചേട്ടാ, ഞാനേ നാളെ മുതൽ പുതിയൊരു മനുഷ്യനായി.
ഒരു പാമ്പ്. പാമ്പാ ഇവിടെ മൂത്തോളനെ പറഞ്ഞു ഇവിടെ കണ്ടെന്ന്. എന്റെ പൊന്നേട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഒരു പാമ്പ് തോലുരിഞ്ഞ് കളയുന്ന പോലെ ഞാൻ എന്റെ എല്ലാ ദുശീലവും ചീത്ത സ്വഭാവവും ഉരിച്ചു കളയും. അല്ലെങ്കിലേ അത് അമ്മ അങ്ങ് ചെയ്തോളും. ഉരിച്ചു കളയണം. അമ്മ അങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നേരത്തെ തന്നെ തോലുരിച്ച് കളയാന്ന് വിചാരിച്ചു. പാമ്പ് തോലുരിയണം. എടാ നിന്റെ ഈ ന്യൂ ഇയർ സത്യപ്രതിജ്ഞയൊക്കെ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ്. നീ 10ാം ക്ലാസ്സിലെ റാങ്കോട് കൂടി പാസ്സാവൂന്ന് പറഞ്ഞു. ഇതിനെന്താ പാസ്സായില്ലേ? ആ വേറെ വല്ല ആമ്പിള്ളേരും പാസ്സായി കാണും. പ്ലസ് 1 എല്ലാ വിഷയത്തിനും ജയിക്കുമെന്ന് പറഞ്ഞ് 3 സപ്ലൈ. ഇനി പ്ലസ് 2 മതി 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 നിർത്ത്. ഇപ്പം അത്യാവശ്യം സന്തോഷത്തിരിക്കുമല്ലേ? വെറുതെ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെഗറ്റീവ് എടുപ്പിച്ചോണ്ട് വരല്ലേ? നിന്റെ ന്യൂ ഇയർ സത്യപ്രതിജ്ഞ പറഞ്ഞല്ലേ ഉള്ളൂ. ആ അല്ലേ, നമുക്ക് വേറെ എന്തോരം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഇപ്പൊ വേറൊരു കാര്യം സംസാരിക്കാനാ വന്നെ. ആ പറ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നമ്മളെല്ലാരും അമ്മയിലൂടെ സ്പെൻഡ് ചെയ്യാനല്ലേ പോണേ. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കും. എന്നാ ഒരു സത്യം പറയട്ടെ, ഞാൻ ഇതേ കാര്യം തന്നെയാ അവിടെ നോക്കി ആലോചിച്ചോണ്ട്. അത് നീ കള്ളം പറയണത്. അത് വിട്. എന്തോന്ന് കൊടുക്കാം അമ്മയ്ക്ക്? അമ്മയ്ക്ക് വെറൈറ്റി ആയിട്ടെ നമുക്കൊരു പുതിയ സാരി വാങ്ങിച്ചു കൊടുത്താലോ? എടാ അമ്മയുടെ അലമാര നിറയെ സാരികൾ ഇരിക്കണം. ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തോന്ന് കൊടുക്കാം അമ്മയ്ക്ക്? ഗിഫ്റ്റ് കൊടുക്കുന്നത് സന്തോഷം വരാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ അമ്മയ്ക്ക് സന്തോഷം വരണമെങ്കിൽ നമ്മള് മക്കളും മരുമക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യം ചെയ്താൽ മതിയാവും. അത് ശരിയാണ്. എല്ലാരും കൂടെ കൂടുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. ആ അങ്ങനെയാണെങ്കിൽ ഒരു കിടിലൻ ഐഡിയ എന്റെ കയ്യിലുണ്ട്. അത് നമുക്ക് 4 പേർക്കും കൂടെ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് അമ്മ എടുത്ത് പറയാം. അതാവുമ്പോ അമ്മ സർപ്രൈസ്ഡ് ആവും. അതെ, 4 പേരെടുത്ത് പറയാനൊക്കെ വരട്ടെ. പ്ലാൻ വർക്ക്ഔട്ട് ആവൂ? പ്ലാൻ സക്സസ്ഫുൾ ചേട്ടാ. ഉറപ്പാണല്ലേ? ആ നിങ്ങള് വാ. അടുത്തത് ന്യൂ ടീച്ചർ ഓൺ ദ ബ്ലോക്ക്. വൈ കാൺ മിസ്സസ് നായർ കണ്ടിന്യൂ? ആസ്ക് കവിത. ഐ ലൈക്ക് ഹിസ്റ്ററി only because she makes it so interesting. ഇൻഡസ്ട്രിക്ട് കൊച്ചമ്മ, ചായ വേണോ അതോ ഇപ്പൊ ജ്യൂസ് എടുക്കട്ടെ? അല്ല, ഞാൻ നിന്നെ നോക്കി ഇരിക്കുവായിരുന്നു. എന്ത് കൊച്ചമ്മ? നീ രാവിലെ എനിക്ക് ഗുളിക തന്നോടാ. അയ്യോ എന്റെ പൊന്നു കൊച്ചമ്മ, ഞാൻ മറന്നുപോയി. എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്ന ഞാൻ അപ്പം മുളി ഇപ്പൊ എടുത്തു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇപ്പൊ അവനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ വേറൊരാളുടെ ജോലിക്ക് വെക്കാം. എന്താ? അല്ല അത് വേണ്ട, ഞാൻ ഇനി ഓർമ്മിച്ചോളാം. അച്ഛമ്മ രാവിലെ ഗുളി കഴിച്ചില്ലേ? ഇല്ല മക്കളെ, ഇവൻ കൊണ്ട് തന്നില്ല. മറന്നുപോയി. അവന് ഒരുപാട് ഓർമ്മകളാ. എന്താന്നാ ഇത്? അസംബ്ലി കഴിഞ്ഞ് വരുന്നല്ലോ ഓരോരുത്തരോരുത്തർ പരിവേദിയായിട്ട് ക്ലാസ് കുറെ കയറും. കൊച്ചമ്മ, എല്ലാരും മുഖത്തൊരു വശപ്രശം ശരിയുണ്ട്. എന്താണ് എല്ലാരും ഇങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ട് വന്ന് നിൽക്കുന്നത്? അമ്മ, ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ തീരുമാനിച്ചു. ആഹാ, ഗിഫ്റ്റാ? ആ കോൾ അടിച്ചല്ലോ കൊച്ചമ്മ. എന്റെ പൊന്നു മക്കളെ, അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റും വേണ്ട. അമ്മയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒത്തൊരുമയായിട്ടൊക്കെ കഴിയുന്നത് കണ്ടാ മതി. അയ്യോ അതങ്ങനെ പറ്റില്ല അമ്മ. ഒത്തൊരുമയായിട്ട് കഴിയാൻ നിനക്ക് പറ്റൂലേ? അല്ല, ഗിഫ്റ്റ് തരാതിരിക്കാൻ പറ്റില്ല. അല്ല, എന്താണ് ഗിഫ്റ്റ് അത് പറ. ഞാൻ പറയാം. ഞാൻ പറയാം. അല്ലേ ഞാൻ പറയാം. ഞാൻ പറഞ്ഞോളാ. എല്ലാം കൂടെ നീ പറയാനാണെന്ന് പിന്നെ എന്നെ എന്തിനാ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്? ഞാൻ പറയാം. തുടങ്ങ്. ഇത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇന്ന് രാവിലെ അല്ലേ നിങ്ങൾ എനിക്കൊരു സത്യം ചെയ്തു തന്നത്? അമ്മ, ഇന്നൊരു ദിവസം ഞങ്ങൾ ഭയങ്കര ചക്ക ഈച്ചയും പോലെ ഒട്ടി നീക്കും, ഒരു വഴക്കം ഉണ്ടാക്കൂലെന്ന് അതിന് മുമ്പേ തുടങ്ങിയല്ലോ. ഇല്ല. അല്ല, എന്താണ് ഗിഫ്റ്റ് എന്ന് പറ. ഞങ്ങൾ എല്ലാരും കൂടെ അമ്മയ്ക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. സന്തോഷം, വളരെ സന്തോഷം. പക്ഷെ ഈ തമ്മിലുള്ള അടി ഉണ്ടാക്കാതിരുന്നാ മതി കേട്ടോ. അല്ല, അതിന് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാവോ? അതിലല്ലേ യൂട്യൂബ്. യൂട്യൂബ് കൊണ്ട് കേക്ക് ഉണ്ടാക്കൂ? യൂട്യൂബിനകത്തൂടെ കയറി ഇറങ്ങിയാ കേക്ക് ഉണ്ടാക്കാം. ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ന്യൂ ഇയറിന് ഞങ്ങൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് തരാൻ തീരുമാനിച്ചു. അയ്യോ പൊന്നു മക്കളെ, പണ്ട് ചന്ദ്രേട്ടൻ ഇതുപോലെ ആദ്യത്തെ പുതുവർഷത്തിന്, ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പുതുവർഷത്തിന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നെ എനിക്ക്. നോക്കിയപ്പം ഒരു ടേപ്പ് റെക്കോർഡറാ. പിന്നീട് എങ്ങനെയായിരുന്നു വെച്ചാല് ഓരോ ദിവസവും അതിനകത്തുനിന്നൊരു പാട്ട് കേട്ടേച്ചാണ് ഞങ്ങളുടെ ദിവസം തുടങ്ങുന്നത്. എന്നിട്ട് ഇപ്പൊ അതെവിടെ അമ്മ? അമ്മയുടെ പഴയ പെട്ടിയില്ലേ, അതിനകത്ത് അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നില്ല മോനെ, പാട്ടൊന്നും കേൾക്കുന്നില്ല. അമ്മ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാ? അതൊക്കെ സൂക്ഷിച്ചു വെക്കാതിരിക്കുവോ അമ്മ? അമ്മ പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് എന്റെ പൊന്നു പ്രതീക്ഷ. അതെ. എന്നാ പിന്നെ എനിക്ക് അതൊന്ന് കാണണല്ലോ.
ഞങ്ങളെന്നാ അതെടുത്തിട്ട് വരാമോ? ശരി മോനെ, ആ പഴയ പെട്ടിക്കകത്തുണ്ട് അമ്മയുടെ റൂമിലിരിക്കുന്നു. നിങ്ങളും കൂടെ പോ. ഞങ്ങളെതിന് പോണേ? അവരെടുത്തിട്ട് വരില്ലേ? ആ കൊച്ചമ്മ, എന്നാലും മക്കൾക്ക് ഭയങ്കര സ്നേഹം തന്നെ കേട്ടാ. ഓ സ്നേഹമൊക്കെ തന്നെടാ. അയ്യോ കൊച്ചമ്മ, ഓ ടേപ്പ് റെക്കോർഡർ എടുക്കാനായിട്ട് പെട്ടി പൊളിച്ചെന്നാണ് തോന്നുന്നത് കേട്ടാ. എന്തോ നൂത്താണ്. ടേപ്പ് ചിലപ്പോ റെക്കോർഡർ അലമാരയുടെ പുറത്തുനിന്ന് എടുത്തതിന്റെ ശബ്ദമായിരിക്കും. നീ ചുമ്മാ പെരട്ടാതെ തന്നെ. അല്ല, ഇങ്ങനെ ശബ്ദം അല്ല പറഞ്ഞു. ഒരുപാട് ഓർമ്മകളാ മക്കളെ അമ്മയ്ക്ക് ഇത് കാണുമ്പോ. ചന്ദ്രേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ. ആ അമ്മ, ഇതിനകത്ത് പഴയൊരു കാസറ്റ് കിടപ്പുണ്ടല്ലോ. ആ ശരിയാ മോനെ. അതേ, അതിനകത്തൊരു മനോഹരമായ പാട്ടുമുണ്ട്. ആ പാട്ട് കേട്ടോണ്ടാ ഞാനും ചന്ദ്രേട്ടനും കൂടെ എല്ലാ ദിവസവും ഞങ്ങളുടെ ജോലി തുടങ്ങുന്നത്. അച്ഛമ്മ, എന്തോ ഇന്ന് ആ പാട്ട് എനിക്കൊന്ന് പാടിത്തരാവോ? എന്റെ പൊന്നുമോളെ, പാട്ട് അതിന്റെ വരി ഒരുപാട് വർഷങ്ങളായില്ലേ അച്ഛമ്മയ്ക്ക് വരികളൊന്നും ഓർമ്മയില്ലടാ. അല്ല, അച്ഛൻ പാടി. അത് കുഴപ്പമില്ല കൊച്ചമ്മ. എന്തായാലും മക്കളും മരുമക്കളും കൂടെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൊച്ചമ്മയ്ക്ക് തരയല്ലേ. അപ്പോൾ ഞാനും എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ കൊച്ചമ്മ? ആഹാ, മുത്തോണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോണോ? ഓ, എന്ത് ഗിഫ്റ്റ്? അങ്ങനെ ചോദിക്ക്. നമ്മളെ ഈ പ്രശ്നമായ ഈ ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, അതിനെ റിപ്പയർ ചെയ്ത് കൊച്ചമ്മ മറന്നുപോയ പാട്ട് ഞാൻ കാപ്പിക്കും. അതാണ് എന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ്. അയ്യോ പൊന്നു മുത്തു, ഞാനിത് പൊന്നെ പോലെ ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാ. നീ അത് കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കരുത്. കൊച്ചമ്മ പേടിക്കണ്ട, ഞാൻ എത്ര ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ റിപ്പയർ ചെയ്ത് കൊടുത്തേക്കുന്നു നേരത്തെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ അത് ശരിയാക്കി എടുക്ക, സൂക്ഷിച്ചു വേണം. ഓ ഏറ്റ്. അപ്പോഴേ നിങ്ങള് കേക്ക് ഉണ്ടാക്കാൻ പൊക്കോ. ലക്ഷ്മി കുഞ്ഞെ സ്ക്രൂ ഡ്രൈവറും പ്ലെയറും കൂടെ എടുത്തോ. സ്ക്രൂ ഡ്രൈവറും പ്ലെയറും വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. എന്റെ യൂട്യൂബൊക്കെ എന്ത് ഭേദം. അയ്യോ, എടാ, തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരവസരം വെറുതെ കേട്ടോ. കൊച്ചമ്മ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സ്ക്രൂ ഡ്രൈവറും പ്ലെയറും എത്തും തോന്നണ്ട. ഞാൻ എടുക്കുന്നതായിരിക്കും. കൊണ്ടുവാ. സൂക്ഷിക്കണേ മുത്തങ്ങളെ. ഓ അവസരം കിട്ടിയാകും വെറുതെ വിടൂല മക്കളെ. അയ്യോ എന്നാ തുടങ്ങിയോ? എന്തോന്ന്? കേക്ക് ഉണ്ടാക്കണം. ഇവനല്ലേ ഏറ്റത്? ഇവൻ ചെയ്യട്ടെ. എനിക്കറിയത്തില്ല. പിന്നെ വലിയ വായിൽ അവിടെ നിന്ന് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഐഡിയ പറയാനല്ലേ എനിക്കറിയത്തുള്ളൂ. ഇത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് എനിക്കറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം. പോയി സാധനങ്ങൾ വാങ്ങിച്ചോ. ആ, സാധനം മേടിക്കുന്ന കാര്യം ഞാൻ പോയി സെറ്റ് ചെയ്യാം. നിനക്ക് അറിയാമോ എന്തൊക്കെ സാധനം വേണമെന്നുള്ളത്? റമ്മൊഴിക്കണം എന്നൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം. ആ ഒരു ചിന്ത മാത്രം. നമുക്കേ പ്ലം കേക്ക് ഉണ്ടാക്കിയല്ലോ. പ്ലം വേണ്ടേ? ഓ, പ്ലം വേണല്ലേ? അപ്പൊ ഇതൊന്നും അറിയാനാണ് ഏറ്റുപിടിച്ചത്. ആരേറ്റു പിടിച്ചത്? കൊള്ളാം. അതെ, നമുക്ക് സാധാ കേക്ക് ഉണ്ടാക്കാം. അയ്യേ, നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് സാധാ കേക്കോ? അയ്യേ, മോശം മോശം മോശം. മോശമാണ്. എന്നാ നീ ഉണ്ടാക്കും മറ്റേ കേക്ക്. ആ, എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടല്ല, അതാ പറഞ്ഞത് സാധാ കേക്ക് ഉണ്ടാക്കാം. എനിക്ക് സാധാ കേക്ക് പറ്റത്തില്ല. സാധാ കേക്ക് പള്ളിയിലെ ചേച്ചിനെ അങ്ങോട്ട് ഉണ്ടാക്ക്. ഉണ്ടാക്കൂടി, ഞാൻ കേക്ക് ഉണ്ടാക്കും. ലാസ്റ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കാതിരുന്നാ മതി. അയ്യടാ, കേക്കും പൂക്കേക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത നീ എന്ത് വർത്താനോടി പറയാം? അയ്യോടെ ആര് പറഞ്ഞു? എനിക്ക് നന്നായിട്ടറിയാം. അതെ അതെ, ഇന്നൊരു ദിവസമെങ്കിലും നിങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കില്ലെന്ന് അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്താലും ശരി. മറക്കാതിരിക്കും. ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഞാനും ക്ഷമിച്ചത്. അതെ, നിങ്ങൾ വീഡിയോ നോക്കി കേക്കിന് ആവശ്യമുള്ള എന്തൊക്കെ സാധനം ഒന്നുകൊണ്ട് പറ, ഞാനും ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വരാം. ശരി. ഓ ചുരണ്ടി ചുരണ്ടി. ഈശ്വരാ, ഇത് കൊരങ്ങന്റെ കൈ പൂമാല കൊടുത്തതുപോലെ ആയല്ലോ. അത് തന്നെ എനിക്കും തോന്നണത് അച്ഛമ്മ. അത് തന്നെ മക്കളെ. ഇപ്പൊ റെഡിയാക്കാം കൊച്ചമ്മ. ഇപ്പൊ ആ. 2 മിനിറ്റ് ശരിയാക്കി തരും. ശരിയാക്കിയില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. അല്ല കൊച്ചമ്മ, ഇന്ന് ന്യൂ ഇയർ ആണ്, വഴക്ക് പറയാൻ പാടില്ല. ആ പാടില്ല. ഇത് നശിപ്പിച്ച് കൊണ്ടുവാ. ഞാൻ വഴക്ക് പറയാതെ ഞാൻ ബാക്കിയെല്ലാം പറയാം. യോ, ഇത് പൊട്ടിക്കല്ലേ? ഇല്ല ഇല്ല ഇല്ല. അതിനെ ഇന്ന് പൊട്ടിക്കോ അച്ഛമ്മ?
ആ ഓക്കെ ഓക്കെ ഇതും കൂടെ അങ്ങ് റെഡി ആയി കഴിഞ്ഞാ പക്ക ഓക്കെ. ബാക്കിയെല്ലാം ശരിയാവും. പിന്നെന്ത്, ഞാനേ ഓ ചന്ദ്രാസ സാറ് ഉള്ള സമയത്ത് ടാപ്പ് റെക്കോർഡർ സാറ് കൊണ്ടുവന്നില്ലേ ബോംബെന്ന്, ഓ അതിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചത്. ആ അമ്മേടൻ കൊച്ചമ്മ ഇപ്പം വായിക്കോ. കൊച്ചമ്മ നെട്ടും. പാട്ടേക്കോ? പിന്നെ പാട്ട് കേൾക്കാതെ അതിലെ നെട്ടും എന്ന് പറഞ്ഞത്. ഓഹോ 2 സെക്കൻഡ് കൊച്ചമ്മ, 2 സെക്കൻഡ്. കേക്ക് റെഡി. നോക്ക്. ടേസ്റ്റ് ചെയ്യ്. ചൂട് ചൂട് ചൂട്. പ്രതീക്ഷണ എടുക്കണേ ഇങ്ങോട്ട്. ഒന്ന് കേക്കത് എന്ത് ചെയ്യും? എടാ എന്ത് ചെയ്യൂടാ പ്രശോഭേട്ട? വെയ് വെയ്. മാറിപ്പോയി ഒന്ന്. എവിടെ? അയ്യോ ഇതെന്താടാ? 2 സെക്കൻഡ് കൊച്ചമ്മ. പാട്ട് വെക്കാനാണ് പറഞ്ഞത്, ചെണ്ടമേളം ഒന്നും അല്ല. എന്താ അതിനകത്ത് കേൾക്കുന്ന പൊട്ടലും ചീറ്റലും ഒക്കെ? അല്ല ഇത് 2 സെക്കൻഡ് കൊച്ചമ്മ. വർഷങ്ങളായിട്ട് ടേപ്പ് റെക്കോർഡർ നന്നാക്കും വന്ന്. അതിന്റെ തലയിലോട്ട് എടുത്ത് വെച്ച് 2 അടി. പക്ഷെ എനിക്ക് വയ്യ, എന്റെ ദൈവമേ. ഇത് പോയി കിട്ടിയോ സാധനം? കുഴപ്പമില്ല കൊച്ചമ്മ, നോക്കാം. ഇനി കേക്ക് കഴിച്ചിട്ടാവാൻ ബാക്കി. അയ്യോ എന്തെങ്കിലും ഒന്ന് നോക്കിയിരിക്കുമായിരുന്നു. ഇതെന്ത് എല്ലാവരുടെ മുഖം എല്ലാം കൂടെ വല്ലാതിരിക്കുന്നേ? അത് തന്നെ. ആ അമ്മ, ന്യൂ ഇയറിന് മുറിക്കുന്ന കേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നാ മതിയോ? നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് എന്തായി? അല്ല ഞങ്ങള് കേക്ക് ഉണ്ടാക്കി. അതുപോലെ സത്യം പറഞ്ഞാ അത് വായിൽ വെക്കാൻ കൊള്ളൂല. എല്ലാരും കൂടെ പണിതുകൊണ്ട് ആ കേക്ക് കൊളമായി പോയി. ദൈവമേ. വേണ്ട, വേറൊരുത്തൻ ഇവിടെ ടേപ്പ് റെക്കോർഡർ നന്നാക്കി ഒരു പരുവാക്കി തന്നു. ഏതായാലും നിങ്ങളെല്ലാരും കൂടെ ചീത്തയാക്കിയതേ കേക്കും ടേപ്പ് റെക്കോർഡറൊന്നും അല്ല, അടുത്ത ഒരു പുതുവർഷം എന്റെ. അമ്മ, ന്യൂ ഇയർ ആവാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. ഞാൻ ഓടിപ്പോയി കേക്ക് മേടിച്ചിട്ട് വരാം. വേണ്ട. ഇനിയിപ്പൊ ഈ രാത്രി കേക്ക് വാങ്ങിക്കാനൊന്നും ആരും പോണ്ട കേട്ടോ. ഇതൊന്ന് ഓഫ് ചെയ്, ചെവിതല കേക്കട്ടെ. യോ അതാരും ഈ നേരത്ത് ഇതാരും ബെല്ലടിച്ചതിപ്പോ? ആരാന്തോ? ചേട്ടാ ഇതാരെന്തോ? ആരാ മോളെ? ആരാ വെള്ളടിച്ച? ആര്? അയ്യോ ഇതെന്തെന്നാ? അതാരമ്മ അവിടെ കൊണ്ടുവച്ചത്? വല്ല ബോംബ് വേണോ? അയ്യോ ബോംബാ. മക്കളെ എന്തോ ബോക്സ് ഒന്ന് പോയി നോക്കിക്കേ. സൂക്ഷിച്ചേ. ചുമ്മാ വെറുതെ. എന്തോ അവനെ കേക്കാണല്ലോ. കേക്കോ? ഇതാരാ ഈ നേരത്തെ കേക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയത്? അയ്യോ ഇതായത് ഇതിലുണ്ടായിരുന്നതാ. അമ്മ ആകാശത്തിന്നാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പോകുമ്പോൾ മാറിപ്പൂവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്ന
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.